ഇന്ന് നവംബർ 11 വ്യാഴാഴ്ച. ഇന്ന് രാത്രിയും നാളെയുമായിട്ട് ഒരുപാട് OTT റിലീസുകളുണ്ട്. പുതിയ OTT അപ്ഡേറ്റും ഈ ആഴ്ചത്തെ OTT റിലീസുമെല്ലാമാണ് വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, ഇന്ന് ജിയോ സിനിമാസിലൂടെ മലയാളം ഭാഷയിലടക്കം OTT റിലീസ് ചെയ്ത ഹിന്ദി ഫാന്റസി ഫാമിലി ഡ്രാമ സീരീസ് ആണ് ദ മാജിക് ഓഫ് സിരി. സീരീസിന്റെ എല്ലാ 10 എപ്പിസോഡുകളും ഹിന്ദി, മലയാളം ഭാഷകൾക്ക് പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ, ബംഗാളി, ഭോജ്പുരി, മറാത്തി ഭാഷകളിലെല്ലാം ലഭ്യമാണ്. അടുത്തത് മലയാളം ഭാഷയിൽ ലഭ്യമാക്കിയ ആമസോൺ പ്രൈമിന്റെ ഈ ആഴ്ചത്തെ പ്രധാനപ്പെട്ട ഹോളിവുഡ് സീരീസ് ആണ് ക്രോസ്. ഈ ഡിറ്റക്റ്റീവ് ആക്ഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ ഇൻവെസ്റ്റിഗേഷൻ സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇന്ന് ആമസോൺ പ്രൈമിലൂടെ മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സോണി ലിവിന്റെ ഫ്രീഡം അറ്റ് മിഡ്നൈറ്റ് എന്ന ഹിന്ദി ഡ്രാമ സീരീസും ഇന്ന് രാത്രി 7 മണിക്ക് ശേഷം സോണി ലിവിലൂടെ മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. സണ്ണി വെയിൻ, ഷൈൻ ടോം ചാക്കോ ഒക്കെ അഭിനയിക്കുന്ന അടിത്തട്ട് എന്ന മികച്ച അഭിപ്രായങ്ങൾ നേടിയ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയ റിയലിസ്റ്റിക് ആക്ഷൻ ത്രില്ലർ സിനിമ ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 15-ാം തീയതി മനോരമ മാക്സിലൂടെയും ആമസോൺ പ്രൈമിലൂടെയും മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. കുരുക്ക് എന്ന ഇൻവെസ്റ്റിഗേഷൻ ക്രൈം മിസ്റ്ററി ത്രില്ലർ മലയാളം സിനിമയും നാളെ നവംബർ 15-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ OTT റിലീസ് ചെയ്യും. പാരച്യൂട്ട് എന്ന ചൈൽഡ് ഫാമിലി ഡ്രാമ തമിഴ് സീരീസ് നവംബർ 29-ാം തീയതി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സീരീസിന്റെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആസിഫ് അലിയുടെ മികച്ച അഭിപ്രായങ്ങൾ നേടിയ തിയേറ്ററിൽ ബ്ലോക്ക് ബസ്റ്റർ വിജയമായി 75-76 കോടിയോളം കളക്ഷൻ നേടിയ 7 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന കിഷ്കിന്ദ കാണ്ഡം എന്ന മലയാളം സിനിമ നവംബർ 19-ാം തീയതി അടുത്ത ചൊവ്വാഴ്ച ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സിനിമയുടെ ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിട്ടുണ്ട്. കിഷ്കിന്ദ കാണ്ഡം സിനിമയ്ക്ക് ശേഷം അടുത്തതായിട്ട് OTT റിലീസ് ചെയ്യുന്ന ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ മലയാളം കണ്ടന്റ് ആയിരിക്കും ബോഗൈൻ വില്ല. തിയേറ്ററിൽ വിജയിച്ച് 36 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ ഈ സൈക്കോ ത്രില്ലർ സിനിമ ഡിസംബർ അവസാനത്തോടെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്യുമെന്നായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന റിപ്പോർട്ട്. എന്നാൽ കിഷ്കിന്ദ കാണ്ഡം സിനിമയുടെ OTT റിലീസ് കുറച്ച് നേരത്തെ ആക്കിയത് കൊണ്ട് തന്നെ ബോഗൈൻ വില്ല സിനിമയുടെയും OTT റിലീസ് നേരത്തെ ആയേക്കാവുന്നതാണ്. ഡിസംബറിന്റെ ആദ്യ 2 ആഴ്ചകളിൽ മലയാളം ഉൾപ്പെടെയുള്ള പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യാനാണ് കൂടുതലും സാധ്യത. SN സ്വാമി സംവിധാനം ചെയ്ത തിയേറ്ററിൽ നല്ല അഭിപ്രായങ്ങൾ നേടാൻ സാധിക്കാതെ പോയ സീക്രട്ട് എന്ന മിസ്റ്ററി ത്രില്ലർ മലയാളം സിനിമയുടെയും വിനായകൻ, സുരാജ് വെഞ്ഞാറമൂട് ചേർന്ന് അഭിനയിക്കുന്ന തെക്ക് വടക്ക് എന്ന ആവറേജ് എബോ എവറേജ് അഭിപ്രായങ്ങൾ നേടിയ കോമഡി മലയാളം സിനിമയുടെയും ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് നേരത്തെ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 2 സിനിമകളിൽ ഏതെങ്കിലും ഒരു സിനിമ അടുത്ത ആഴ്ച മിക്കവാറും നവംബർ 22-ാം തീയതി OTT റിലീസ് ചെയ്തേക്കും. തെക്ക് വടക്ക് OTT റിലീസ് ചെയ്യാനാണ് കൂടുതലും സാധ്യത. തെക്ക് വടക്ക് OTT റിലീസ് ചെയ്യുകയാണെങ്കിൽ സിംപ്ലി സൗത്തിലും കൂടെ സിനിമ ലഭ്യമാകുന്നതാണ്. മനോരമ മാക്സിന്റെ ഹെർ എന്ന മലയാളം ഡ്രാമ സീരീസിന്റെയും ഒഫീഷ്യൽ OTT കമ്മിങ് സൂൺ പോസ്റ്റർ മനോരമ മാക്സ് പുറത്തുവിട്ടിട്ടുണ്ട്. സീരീസ് 1 മാസത്തിനുള്ളിലായിട്ട് OTT റിലീസ് ചെയ്തേക്കാവുന്നതാണ്. സുരാജ് വെഞ്ഞാറമൂട് കേന്ദ്ര കഥാപാത്രമെത്തുന്ന കഴിഞ്ഞ വർഷം തിയേറ്ററിലേക്ക് എത്തിയ ഭേദപ്പെട്ട അഭിപ്രായങ്ങൾ നേടിയ കോമഡി സാറ്റയർ മലയാളം സിനിമയാണ് മദനോത്സവം. ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ആമസോൺ പ്രൈമിലൂടെ സിനിമ ഉടൻ തന്നെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോകളിൽ അറിയിച്ച ബാന്ദ്ര, കനകരാജ്യം, പേട്ടറാപ്പ് എന്നീ സിനിമകളും ആമസോൺ പ്രൈമിലൂടെ ഉടൻ തന്നെ OTT റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട്. ഈ സിനിമകളെല്ലാം വരും ദിവസങ്ങളിലോ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിലോ ആമസോൺ പ്രൈമിലൂടെ എപ്പം തന്നെ വേണമെങ്കിലും OTT റിലീസ് ചെയ്തേക്കുന്നതാണ്. ഒഫീഷ്യൽ OTT റിലീസ് ഡേറ്റ് പ്രഖ്യാപിക്കാതെ ആയേക്കും സിനിമ OTT റിലീസ് ചെയ്യുക. ശിവകാർത്തികേയൻ നായകനാകുന്ന 270 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ 120-200 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന തിയേറ്ററിൽ വിജയിച്ച് മികച്ച അഭിപ്രായങ്ങൾ നേടിയ അമരൻ എന്ന ആക്ഷൻ ആർമി ബയോപിക് തമിഴ് സിനിമ ഇന്ന് രാത്രിയോട് കൂടിയോ അതല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിലോ ആയിട്ട് തന്നെ എയ്ന്തുഷാൻ സർവീസിലൂടെ ഓവർസീസിൽ സിനിമയുടെ തമിഴ് പതിപ്പ് റിലീസ് ചെയ്തേക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. മുന്നേ വേട്ടയ്യൻ, ഗോട്ട്, തങ്കളയാൻ സിനിമകളെല്ലാം ഇതുപോലെ റിലീസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് യഥാർത്ഥ OTT റിലീസ് അല്ല. സിനിമയുടെ മലയാളം പതിപ്പ് ലഭിക്കണമെങ്കിൽ സിനിമ OTT റിലീസ് ചെയ്യണം. സിനിമയുടെ OTT റിലീസ് ഡിസംബറിന്റെ ആദ്യ ആഴ്ചയിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഉണ്ടാകുമെന്നാണ് അൺഒഫീഷ്യൽ റിപ്പോർട്ട്. മലയാളം ഉൾപ്പെടെ പാൻ ഇന്ത്യൻ ഭാഷകളിലായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യുക. പായി ദാനി എന്ന ഹിന്ദി ഡ്രാമ സീരീസ് ഇന്ന് രാത്രി 12 മണിക്ക് ശേഷം നവംബർ 15-ാം തീയതി ZEE5 ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യും. പ്രഭു എന്ന തെലുങ്ക് ആക്ഷൻ ഡ്രാമ സിനിമ ഇപ്പം മുതൽ ആഹാ തെലുങ്കിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മാ നാന സൂപ്പർ ഹീറോ എന്ന തെലുങ്ക് ഫാമിലി ഡ്രാമ സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സിനിമ നാളെ നവംബർ 15-ാം തീയതി ZEE5 OTT റിലീസ് ചെയ്യും. പരിണായം എന്ന തെലുങ്ക് റൊമാന്റിക് ഡ്രാമ സിനിമ ഇന്ന് ETV വിനിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. പൊത്തുകാട എന്ന തെലുങ്ക് ആക്ഷൻ ഡ്രാമ സിനിമയും ഇന്ന് ETV വിന്നിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മികച്ച അഭിപ്രായങ്ങൾ നേടി $125 മില്യൺ മേലെ കളക്ഷൻ നേടിയ $25 മില്യൺ ബഡ്ജറ്റ് കണക്കാക്കുന്ന തിയേറ്ററിൽ വിജയിച്ച സ്മൈൽ 2 എന്ന ഹോളിവുഡ് സൈക്കോളജിക്കൽ സൂപ്പർ നാച്ചുറൽ ഹൊറർ സിനിമ അടുത്ത ചൊവ്വാഴ്ച നവംബർ 19-ാം തീയതി ആമസോൺ പ്രൈമിലൂടെയും മറ്റ് ഡിജിറ്റൽ സർവീസുകളിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസിൽ OTT റിലീസ് ചെയ്യും. മാർവലിന്റെ ഈ വർഷത്തെ വലിയ വിജയകരമായ മികച്ച റെസ്പോൺസ് നേടിയ ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ എന്ന ഇംഗ്ലീഷ് സൂപ്പർ ഹീറോ ആക്ഷൻ സിനിമ ഇപ്പം മുതൽ
ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യയിലടക്കം തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഇൻ ഫ്ലൈറ്റ് എന്ന ഹോളിവുഡ് ത്രില്ലർ സിനിമ നാളെ നവംബർ 15-ാം തീയതി ആമസോൺ പ്രൈമിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്യും. ഇംഗ്ലീഷ് ഹോളിവുഡ് സിനിമകളായ ഗുഡ് റിച്ച് എന്ന കോമഡി ഡ്രാമ സിനിമയും മേഗ് പൈ എന്ന സസ്പെൻസ് ത്രില്ലർ ഡ്രാമ സിനിമയും സാറ്റർഡേ നൈറ്റ് എന്ന ബയോഗ്രഫിക്കൽ കോമഡി ഡ്രാമ സിനിമയും യുവർ മോൺസ്റ്റർ എന്ന കോമഡി ഹൊറർ റൊമാന്റിക് സിനിമയും മെഗാലോപോളിസ് എന്ന സയൻസ് ഫിക്ഷൻ ഡ്രാമ സിനിമയും റുമേഴ്സ് എന്ന ബ്ലാക്ക് കോമഡി സിനിമയും ഗെറ്റ് ഫാസ്റ്റ് എന്ന ആക്ഷൻ സിനിമയും പീപ്പർ എന്ന ഫാന്റസി ഹൊറർ സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും മറ്റ് ഡിജിറ്റൽ സർവീസുകളിലൂടെയും ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഡ്യൂൺ പ്രൊഫസി എന്ന ഡ്യൂൺ സിനിമയുടെ സ്പിൻ ഓഫ് ആയിട്ട് വരുന്ന 6 എപ്പിസോഡുള്ള ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ ഡ്രാമ സീരീസിന്റെ ആദ്യ എപ്പിസോഡ് അടുത്ത തിങ്കളാഴ്ച നവംബർ 18-ാം തീയതി ജിയോ സിനിമാസിലൂടെ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ്, കന്നഡ, ബംഗാളി, മറാത്തി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സീരീസ് ബിഞ്ച് സ്കൈ HBO മാക്സിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രമായിട്ടും കൂടെ ലഭ്യമാകുന്നതാണ്. നേരത്തെ സ്കൈ അറ്റ്ലാന്റിക്കിലൂടെ ഓവർസീസിൽ ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്ത ഇംഗ്ലീഷ് ആക്ഷൻ ഡ്രാമ സീരീസ് ആണ് ദ ഡേ ഓഫ് ദ ജാക്കൽ. സീരീസ് നാളെ നവംബർ 15-ാം തീയതി ജിയോ സിനിമാസിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷയിലും കൂടെ OTT റിലീസ് ചെയ്യും. ലാൻഡ് മാൻ എന്ന ഇംഗ്ലീഷ് ഡ്രാമ സീരീസ് നവംബർ 18-ാം തീയതി പാരമൗണ്ട് പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്ത് തുടങ്ങുന്നതാണ്. സിലോ എന്ന സയൻസ് ഫിക്ഷൻ ഡ്രാമ ഇംഗ്ലീഷ് സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ ആദ്യ എപ്പിസോഡ് നാളെ നവംബർ 15-ാം തീയതി ആപ്പിൾ TV പ്ലസിലൂടെ OTT റിലീസ് ചെയ്യും. ബാക്കി 9 എപ്പിസോഡ് ആഴ്ചകളിലായിട്ട് വരുന്നതാണ്. ബേർഡ് സിസ്റ്റേഴ്സ് എന്ന ഇംഗ്ലീഷ് ഡാർക്ക് കോമഡി ക്രൈം ഡ്രാമ ത്രില്ലർ സീരീസിന്റെ രണ്ടാമത്തെ സീസന്റെ 2 എപ്പിസോഡ് ഇന്നലെ ആപ്പിൾ TV പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ബാക്കി 6 എപ്പിസോഡ് ആഴ്ചകളിൽ ബുധനാഴ്ച ഓരോന്നായിട്ട് OTT റിലീസ് ചെയ്യും. ഹോട്ട് ഫ്രോസ്റ്റി എന്ന കനാഡിയൻ ക്രിസ്മസ് റൊമാന്റിക് ഡ്രാമ സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. എമിലിയ പെരസ് എന്ന മ്യൂസിക്കൽ കോമഡി ഡ്രാമ ത്രില്ലർ സിനിമയും ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഫ്രഞ്ച്, സ്പാനിഷ്, ഇംഗ്ലീഷ് ഭാഷകളിൽ മിക്സ് ചെയ്താണ് റിലീസ് ചെയ്തിരിക്കുന്നത്. ബിയോണ്ട് ഗുഡ് ബൈ എന്ന ജാപ്പാനീസ് റൊമാന്റിക് ഡ്രാമ സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും ഇന്ന് നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, ജാപ്പാനീസ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മെക്സിക്കൻ ഫാമിലി ഡ്രാമ സീരീസ് ആണ് സിസ്റ്റേഴ്സ് ഫിയർഡ്. ഈ സീരീസിന്റെ എല്ലാ 20 എപ്പിസോഡുകളും ഇപ്പം മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ്, സ്പാനിഷ് ഭാഷകളിൽ ലഭ്യമാണ്. മദേഴ്സ് ഓഫ് പെൻഗ്വിൻസ് എന്ന പോളിഷ് ഫാമിലി ഡ്രാമ സീരീസിന്റെ എല്ലാ 6 എപ്പിസോഡുകളും ഇപ്പം പോളിഷ്, ഇംഗ്ലീഷ് ഭാഷകളിൽ നെറ്റ്ഫ്ലിക്സിലൂടെ ലഭ്യമാക്കിയിട്ടുണ്ട്. കോബ്ര കായ് എന്ന ഇംഗ്ലീഷ് മാർഷ്യൽ ആക്ഷൻ സീരീസിന്റെ 6ാമത്തെ സീസന്റെ 5 എപ്പിസോഡുള്ള പാർട്ട് 2 നാളെ നവംബർ 15-ാം തീയതി ഉച്ചയ്ക്ക് 1:30 നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. സേ നത്തിങ് എന്ന ഇംഗ്ലീഷ് ഹിസ്റ്റോറിക് ഡ്രാമ സീരീസിന്റെ എല്ലാ 9 എപ്പിസോഡുകളും ഇന്ന് FX, ഹുളു, ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. വെസ്റ്റേൺ ഡ്രാമ സീരീസ് ആയ യെല്ലോ സ്റ്റോൺ സീരീസിന്റെ 5ാമത്തെ സീസന്റെ പുതിയ 2ാമത്തെ ഭാഗം ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും പാരമൗണ്ട് പ്ലസിലൂടെയും ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ദാനിഷ് ഹിസ്റ്റോറിക്കൽ ബയോഗ്രഫിക്കൽ ആക്ഷൻ ഡ്രാമ സിനിമയാണ് ദ പ്രോമിസ്ഡ് ലാൻഡ്. സിനിമ ഇപ്പം മുതൽ ബുക്ക് മൈ ഷോ സ്ട്രീമിലൂടെ ഹിന്ദി ഭാഷയിലും കൂടെ റിലീസ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡോണ്ട് ഹെയ്റ്റ് ഹിം എന്ന കൊറിയൻ റൊമാന്റിക് കോമഡി സീരീസിന്റെ എല്ലാ 10 എപ്പിസോഡുകളും ലവ് ഫിക്ഷൻ എന്ന 2012-ൽ ഇറങ്ങിയ കൊറിയൻ റൊമാന്റിക് കോമഡി ഡ്രാമ സിനിമയും ഇപ്പം മുതൽ ആമസോൺ പ്രൈമിലൂടെയും ആമസോൺ MX പ്ലെയറിലൂടെയും കൊറിയൻ ഭാഷയ്ക്ക് പുറമെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ കൂടി OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നയൻതാരയുടെ വെഡ്ഡിംഗ് ചടങ്ങൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഡോക്യുമെന്ററി സിനിമയാണ് നയൻതാര ബിയോണ്ട് ദ ഫെയറി ടെയിൽ. ഈ ഡോക്യുമെന്ററി നവംബർ 18-ാം തീയതി നെറ്റ്ഫ്ലിക്സിലൂടെ തമിഴ്, ഇംഗ്ലീഷ് മിക്സ് ചെയ്ത ഭാഷകളിൽ OTT റിലീസ് ചെയ്യും.